ഹലോ ഫ്രണ്ട്സ്, നവംബർ 1 കേരള പിറവി ദിനം. പാർട്ട് 1 ചോദ്യങ്ങളിലൂടെ. കേരള സംസ്ഥാനം നിലവിൽ വന്ന തീയതി 1956 നവംബർ 1. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഔദ്യോഗിക മൃഗം ആന. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വ്യായാമ്പൽ. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക പാനീയം ഇളനീർ. കേരളത്തിലെ നദികളുടെ എണ്ണം 44. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട് തടാകം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ്. കേരളത്തിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമല. വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കി. വനപ്രദേശം കുറവുള്ള ജില്ല ആലപ്പുഴ. കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം. നദികൾ കൂടുതലുള്ള ജില്ല കാസർഗോഡ്. നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5.
ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ് കണ്ണൂർ. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്. റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല പത്തനംതിട്ട. കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവ ദ്വീപ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാർ. കേരളത്തിൻ്റെ ചിറാപുഞ്ചി ലക്കിടി. കേരളത്തിലെ നിത്യ ഹരിതവനം സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന പേരിനു കാരണം ചീവീടുകളുടെ അസാന്നിധ്യം. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിൽ. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് കണ്ണൂർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം കുറിഞ്ഞി സാങ്ച്വറി. കുറിഞ്ഞി ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യം നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചൂലന്നൂർ. ചൂലന്നൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ.